ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഹിമാസ് വ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു ടർക്കിഷ് ഡെസേർട്ട് ആണ്. ഇതിന്റെ പേര് കുനാഫ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണുന്നതിന് മുമ്പ് നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുതേ. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ വെർമിസെല്ലിയാണ് എടുത്തേക്കുന്നത്. സാധാരണ കുനാഫ ഡോ അവൈലബിൾ ആണ്, അതിവിടെ കിട്ടാത്തത് കൊണ്ടാണ് വെർമിസെല്ലി ഉപയോഗിച്ചിരിക്കുന്നത്. വെർമിസെല്ലി ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ വേണ്ടത് ഒരു അരക്കപ്പ് ഗീ ആണ്. പിന്നെ അരക്കപ്പ് പഞ്ചസാര അരക്കപ്പ് വെള്ളത്തിൽ തിളപ്പിച്ച് അതിൽ നാരങ്ങാ നീരും റോസ് വാട്ടറും ഒഴിച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് 1/2 ലിറ്റർ പാലാണ്. പിന്നെ കോൺഫ്ലോർ വേണം, 2 ടീസ്പൂൺ പഞ്ചസാര വേണം, ഒരു 3 ക്യൂബ് ചീസ് വേണം, പിന്നെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പിസ്താഷ്യൂ വേണം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെർമിസെല്ലിയിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗീ ഒഴിച്ചു കൊടുക്കാം. ഇത് ഏകദേശം ഒരു 1/2 കപ്പോളമുള്ള ഗീ ഉണ്ട്. ഇത് മുഴുവൻ ഞാൻ ഇതിലേക്ക് ഒഴിക്കണില്ല, അതിൽ കുറച്ച് ഞാൻ മാറ്റി വെക്കുകയാണ്. ഇതെനിക്ക് പാനിൽ സ്പ്രെഡ് ആക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. ചെറുതായി ഉടച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്താലേ ഉള്ളൂ വെർമിസെല്ലി നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇതിൽ ഞാൻ കളറൊന്നും ചേർക്കുന്നില്ല. ചിലർ ഇതിൽ ഓറഞ്ച് കളർ ചേർക്കാറുണ്ട്. നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് പാല് തിളയ്ക്കാൻ വെക്കാം. പാലിലേക്ക് കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവറിലേക്ക് മിക്സ് ആക്കുവാണ്. എന്നിട്ട് കട്ടയില്ലാതെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പൊ നമ്മുടെ പാല് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ശരിക്കും ഇളക്കി യോജിപ്പിക്കണം. നന്നായി പഞ്ചസാര അലിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവറിന്റെ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇതിനി ഇളക്കി കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. അപ്പൊ ഇതുപോലെ ഇത് നല്ലതായിട്ട് കുറുകി വരും. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചീസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3 ക്യൂബ് ചീസ് ഉണ്ട്. ഇത് ചീസ് ഒന്ന് മെൽറ്റായി വരണം. ഇതാ നോക്കിയാൽ ഇത് മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കൂളാവാനായിട്ട് അനുവദിക്കാം. അപ്പോൾ ഞാനിത് ബേക്ക് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഇത് സാധാരണ ബേക്ക് ചെയ്യുന്ന ഒരു ഡിഷാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു പാനാണ് എടുക്കുന്നത്. ആ പാനിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗീ സ്പ്രെഡ് ആക്കി കൊടുക്കാം. ഗീ എല്ലായിടത്തേക്കും നന്നായി സ്പ്രെഡ് ആക്കി കൊടുക്കണം, അല്ലെങ്കിൽ വെർമിസെല്ലി ഇതിന്റെ പുറത്ത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു പകുതി വെർമിസെല്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും ഈവൻ ആയിട്ട് സ്പ്രെഡ് ആക്കി കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു ഡവറയോ ഗ്ലാസോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ആക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്കൊരു ദോശക്കല്ല് അടുപ്പിൽ ചൂടാവാൻ വെക്കാം. ഇതുപോലത്തെ ഒരു ഇരുമ്പിന്റെ കല്ലുണ്ടെങ്കിൽ നല്ലതാണ്, നല്ല ഹീറ്റ് ആയിരിക്കും. ഇത് നമ്മൾ ഓവനിലല്ലല്ലോ ബേക്ക് ആക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരുന്ന ചീസിന്റെ മിക്സ്ചർ കൂളായി വന്നിട്ടുണ്ട്. ഇത് ഇതിന്റെ നടുവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും അറ്റത്തേക്ക് ഒഴിക്കരുത്, ശരിക്കും ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ബാക്കിയുള്ള വെർമിസെല്ലി ഇതിന്റെ മേലെ ഇട്ട് കൊടുക്കാം. പതിയെ ഇട്ട് കൊടുക്കണം. വെർമിസെല്ലി ഇതിലേക്ക് സിങ്കായി പോകാൻ പാടില്ല, അധികം കുത്തി യോജിപ്പിക്കാനും പാടില്ല. പതിയെ എല്ലാ ഭാഗത്തേക്കും ഇതിട്ട് കൊടുക്കണം. ഇനി നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ട് സ്പ്രെഡ് ആക്കി കൊടുക്കണം. ഇത് ഞാനിപ്പോ നന്നായിട്ട് സ്പ്രെഡ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. ഇനി ഇത് നമുക്ക് ചൂടായിരിക്കുന്ന ദോശക്കല്ലിലേക്ക് മാറ്റാം. ഇനി ഇത് കവർ ചെയ്ത് വെച്ചിട്ട്
ഒരു 20 മിനിറ്റ്സ് വെയിറ്റ് ആക്കുക. ഇത് നിങ്ങൾ ഓവനിലാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ 180 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ബേക്ക് ചെയ്യുക. ഇപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു തവ എടുത്തിട്ട് അതിലേക്ക് ഗീ സ്പ്രെഡ് ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിന്റെ മേലെ കമത്തി വെച്ച് ഈ കുനാഫ തിരിച്ചിട്ട് വീണ്ടും ഇതിന്റെ അടിഭാഗം വേവാനായിട്ട് അനുവദിക്കാം. തിരിച്ചിടുക. എന്നിട്ട് സ്റ്റൗവിലേക്ക് മാറ്റി ഇനി സ്റ്റൗ ഓൺ ആക്കി അതിൻ്റെ താഴ്വശവും കൂടി മുരിഞ്ഞു വരാൻ വേണ്ടി അനുവദിക്കുക. എന്നിട്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഷുഗർ സിറപ്പ് സോക്കായി കഴിയുമ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇനി നമുക്കിതിൻ്റെ മേലെ പിസ്താഷ്യൂ വയ്ക്കാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇത് റൗണ്ട് ആയിട്ടാണ് പിസ്താഷ്യൂ ആഡ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. നല്ല ചൂടായിട്ടിരിക്കുകയാണ്, കുറച്ചുകൂടെ സോക്കാവാനുണ്ട്, എങ്കിലും കട്ട് ചെയ്ത് നോക്കാം. സോ ചീസി ആയിട്ടുള്ള കുനാഫ റെഡി. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. താങ്ക്